ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് ഫൈൻഡ് ആണ്. ഈ ഫൈൻഡിന് പല മീനിങ്ങുകളും ഉണ്ട് കേട്ടോ. ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണുക, കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഫൈൻഡിന് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഫീൽ ചെയ്യുന്നു എന്നുള്ള മീനിങ്ങും കൂടി ഫൈൻഡിനുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈൻഡിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഫൈൻഡ് ആണ്. അതിന്റെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഫൈൻഡ്സ് എന്ന് യൂസ് ചെയ്യും. അപ്പോൾ V2 എന്ന് പറയുന്നത് ഫൗണ്ട് എന്നാണ്. ഫൗണ്ട് നമ്മൾ പാസ്റ്റിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ V3യും ഫൗണ്ട് ആണ്. ഹാവാസിന്റെ കൂടെ ഹാവാസ് ആഡ് എന്നുള്ളതിന്റെ കൂടെ ഫൗണ്ട് എന്ന് യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ആ വെർബിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈസാറാമിന്റെ കൂടെയും വാസുവേറിന്റെ കൂടെയും നമ്മൾ ഫൗണ്ടിങ് എന്ന് യൂസ് ചെയ്യും. ING ഫോമോട് കൂടി ഫൗണ്ടിങ് എന്ന് യൂസ് ചെയ്യും. ഇനി ഒരു സെന്റൻസ് നോക്കുകയാണെങ്കിൽ, എനിക്കത് രസകരമായി തോന്നുന്നു. ഇവിടെ നമുക്ക് ഫൈൻഡ് യൂസ് ചെയ്ത് പറയാം. ഐ ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഐ ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇത് എനിക്ക് രസകരമായി തോന്നുന്നു. ഇനി കണ്ടെത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഇന്നലെ ഞാൻ എൻ്റെ താക്കോൽ കണ്ടെത്തി. ഇതിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യും? ഫൗണ്ട് എന്ന് യൂസ് ചെയ്യും അല്ലേ? പാസ്റ്റ് ആണല്ലോ. ഐ ഫൗണ്ട് മൈ കീസ് യെസ്റ്റർഡേ. ഐ ഫൗണ്ട് മൈ കീസ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ എൻ്റെ താക്കോൽ കണ്ടെത്തി. അപ്പൊ കണ്ടെത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടും ഫൗണ്ട് യൂസ് ചെയ്യും. ഇനി ഞാൻ എൻ്റെ താക്കോൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഐ ഹാവ് ഫൗണ്ട് മൈ കീ. ഐ ഹാവ് ഫൗണ്ട് മൈ കീ അല്ലെങ്കിൽ കീസ് എന്ത് വേണമെങ്കിലും പറയാം. അവൾക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നു. അവൾക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നു എന്നാണ്. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഷി ഈസ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട്. ഷി ഈസ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട്. അപ്പൊ ഇവിടെ തോന്നുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഫൈൻഡിങ് എന്ന് യൂസ് ചെയ്തു. തോന്നുന്നു എന്നായത് കൊണ്ട് ഈസ് ഫൈൻഡിങ് എന്നായി മാറി. അവന് ഇംഗ്ലീഷ് എളുപ്പമായി തോന്നുന്നു. അവന് ഇംഗ്ലീഷ് എളുപ്പമായി തോന്നുന്നു. നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീൽ, ഒരു ഹാബിറ്റ് ആണ് പറയുന്നത്. സോ ഹി ഫൈൻഡ്സ് ഇംഗ്ലീഷ് ഈസി. ഹി ഫൈൻഡ്സ് ഇംഗ്ലീഷ് ഈസി. അവന് ഇംഗ്ലീഷ് എളുപ്പമായി തോന്നുന്നു. അപ്പോൾ ഫൈൻഡിന്റെ എല്ലാ രൂപവും നമ്മൾ പഠിച്ചു. ഫൈൻഡിന്റെ മീനിങ്ങും പഠിച്ചു. ഈ ഇംഗ്ലീഷിലെ ഒരു വെർബിന് ഒരു മീനിങ് ഒന്നും ഇല്ല കേട്ടോ. പല മീനിങ്ങോട് കൂടിയിട്ടുമാണ് നമ്മൾ വെർബ് നമ്മൾ ചിലപ്പോൾ ഒരു സെന്റൻസിൽ കണ്ട മീനിങ് ആയിരിക്കില്ല വേറൊരു സെന്റൻസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷിനൊരു സ്വഭാവ ഗുണമുണ്ട് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കണം. ഇപ്പൊ ഫൈൻഡിനും പല മീനിങ്ങുകളുണ്ട്, ടേക്കിന് പല മീനിങ്ങുകളുണ്ട്, അതുപോലെ ഗെറ്റിന് പല മീനിങ്ങുകളുണ്ട്, ബൈക്ക് പല മീനിങ്ങുകളുണ്ട്. എല്ലാ വെർബിനും പല തരത്തിലുള്ള മീനിങ്ങുകളുണ്ട്. അത് അതാത് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തുക, കണ്ടുപിടിക്കുക, ഇതിന് മാത്രമല്ല യൂസ് ചെയ്യാറുള്ളത്. തോന്നുന്നു എന്നുള്ളൊരു ഫീൽ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അത് ചില സിറ്റുവേഷനിൽ മാത്രം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പൊ ഫൈൻഡിന്റെ എല്ലാ ഫോമും പറയുകയാണെങ്കിൽ ഫൈൻഡ്, ഫൈൻഡ്സ്, ഫൗണ്ട്, ഹാവ് ഫൗണ്ട്, ഹാസ് ഫൗണ്ട്, ഹാഡ് ഫൗണ്ട്, ഈസ് ഫൈൻഡിങ്, ആർ ഫൈൻഡിങ്, ആം ഫൈൻഡിങ്, അതുപോലെ തന്നെ വാസ് ഫൈൻഡിങ്, വേർ ഫൈൻഡിങ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, കാണാൻ വീണ്ടും താല്പര്യം ഉണ്ടെങ്കിൽ വെർബ് പഠിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.